ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് നമ്മുടെ ചാലിശ്ശേരി നടക്കുന്ന സരസമേളയ്ക്ക് ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ഇന്ന് റിമി ടോമിയുടെ ഗാനമേളയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അടിച്ചു പൊളിച്ച് വരാം. ഒരൊറ്റ ബസ് പോലെ നിർത്തുന്നില്ല കേട്ടോ. ചാലിശ്ശേരി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നിർത്തുന്നില്ല. ഒരു 3-4 ബസ് പോയി, പക്ഷേ ഒരൊറ്റൊന്നും നിർത്തിയില്ല. ഇഷ്ടംമാര് ഓട്ടർഷ വാവനൂർ കണ്ടപ്പോൾ നമ്മൾ നേരെ ചാലിശ്ശേരിക്ക് അങ്ങനെ പോകാൻ ചോദിച്ചിട്ടോ. നമ്മൾ നോക്കുമ്പോൾ വാവനൂരുണ്ട്, വാവനൂരിലുണ്ട് മണിബിസിനും ലെമിയും ഷിജേമിയും മോളും അനക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ബസ്സിനാണ്. അപ്പോൾ അവർ ക്രോസ് ചെയ്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരിക. അപ്പോൾ ഞങ്ങൾ കുറച്ചേരം നിൽക്കട്ടെ, ബസ് കിട്ടൂല. ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ചെറിയ 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 ബസ്സുകളൊക്കെ നടക്കുമെന്നറിയില്ല. എന്തായാലും നമ്മൾ അഭിലാഷനും ദേവും അനുമേമൊക്കെ അവർ ഞങ്ങളുടെ ബാക്കിൽ ബൈക്കും ഉണ്ടായിരുന്നു. അവർ ബൈക്കിലാണ് പോയത്. നോക്കുമ്പോൾ നമ്മളെ വാവനൂരിലെല്ലാവരും സരസ്വത മേഖലയിലാണ്. കണ്ടോ, ബ്ലോക്കാണ് ഇവിടെയൊക്കെ. ഇവിടെ വേണം. പിന്നെ എന്താ വെച്ചു ഞാൻ ഇന്റെ സാധനം അതിൽ കൂടെ വേണമായിരുന്നു. അതിൻ്റെ കൂടെ ഒരു അവളുള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നു. കണ്ടോ ബ്ലോക്ക്, കണ്ടോ ബ്ലോക്ക്. വണ്ടി ബ്ലോക്ക് കണ്ടോ, ബ്ലോക്ക്. നല്ല തിരക്കാണ് കേട്ടോ. നോക്ക്, തിരക്ക് നോക്ക്, എൻ്റെ പൊന്നോ കാറ് ബഹളാണ്. ഫുഡിൻ്റെ സ്ഥലമാണ്. കെട്ടുതാലിയോ? ഒരു നീളമുള്ള ചൂരവടിയും 2 ചെറുവടികളും കൂടിയുള്ള പയറ്റാണ് അടിപുറ. അവതരിപ്പിക്കുന്നത് ഗിരീശൻ ഗുരുക്കൾ വിജീഷ്. ഈ ഒരു സെക്ഷനിൽ മൊത്തം സ്റ്റാളുകളാണ് കേട്ടോ. അപ്പുറത്തെ സെക്ഷനിൽ ഫുഡ് കോർട്ടാണ്. നമ്മൾ ആദ്യം കണ്ടില്ലേ ആ ഒരു ടെൻറ്റ് കെട്ടിയ പോലത്തെ സെറ്റപ്പുള്ള അത് ഫുഡ് കോർട്ടാണ്. നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് സ്റ്റാളിലേക്കാണ് കേട്ടോ. ഇവിടെ എല്ലാ ജില്ലകളിലുള്ള ഓരോ സ്റ്റാളുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ, ഗുജറാത്ത്, ഹരിയാന, ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ്, തമിഴ്നാട്, അങ്ങനത്തെ കുറേ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. നമുക്ക് കേരളത്തിൽ മാറ്റം കൊടമ്പുളി. ഇത് കോട്ടയം സ്റ്റാളാണ് കേട്ടോ. ഇതിൽ നല്ല ഭംഗിയുള്ള ബീഡ്സ്, ഈ പേള് പോലത്തെയൊക്കെ, ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷനിലെ ജ്വല്ലറീസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം. ഇതുപോലത്തെയൊക്കെ ചെയിൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല കിഡിലൻ പ്രൊഡക്ട്സ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ കണ്ണാ ഗ്രീനിലേക്കാണ് പോയത്. പിന്നെ ഈ ആൻറ്റി ഈ ഒരു മാലയുടെ റേറ്റ് ചോദിച്ചപ്പോൾ ആ ഒരു കരിമണി മാല പോലത്തെ ടൈപ്പ് ആട്ടോ, അതിന് 600 സംതിങ് ഉണ്ട്. നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം. അതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് തന്നെയാണ് തോന്നുന്നു.
പിന്നെ സോപ്പ്, അച്ചാറുകൾ അങ്ങനത്തെയൊക്കെയാണ് ഓൾറെഡി കുറേ സ്റ്റാളുകളുള്ളത്. ഞാൻ ആ പിടിച്ച് നോക്കിയ ചെയിൻ ഉണ്ടല്ലോ, അത് ഞാനങ്ങ് എടുത്തു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു 11 ലോക്കറ്റ് ആയിട്ടുള്ള ഒരു ചെയിനായിരുന്നു. ആൻറ്റി ടെർണിഷ് ചെയിൻ കേട്ടോ. അപ്പോൾ നല്ല ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞാൽ അത് കണ്ടിട്ട് എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം എടുത്തില്ലെങ്കിൽ നഷ്ടമായേനെ. അപ്പോൾ ഞാനത് എടുത്തു. 260 ആയിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട്. കത്തി മടാളെ ഇത് അന്വേഷിച്ചടക്കാണ്. നേരത്തെ അവിടുത്തെ സ്റ്റാളിലും കയറി, ഇപ്പോൾ അവിടുത്തെ സ്റ്റാളിലും കയറി. ഇതേതാ പത്തനംതിട്ട. എന്താ സാധനം? ഇതിനെന്താ വില എടുത്തിട്ട് കാര്യം അറുന്നൂറ്. അതിനെന്താ? മഹാരാഷ്ട്ര സ്റ്റാൾ, കർണാടക സ്റ്റാൾ, ദാദ്ര ഹവേലി. ആര് ഷാള് അങ്ങനെ കിട്ടുന്ന സാധനമായിരിക്കും. ഷോളാണോ? സിൽക്ക് സാരീസ്, കശ്മീരാണേ. സംഭവം ഒരുപാട് സ്റ്റാളുണ്ട് കേട്ടോ. പക്ഷെ എല്ലാത്തിലും റിപ്പീറ്റഡ് പ്രൊഡക്ട്സ് തന്നെയാണ്. ഓരോ സ്റ്റാളും പറഞ്ഞാൽ ഓരോ ജില്ല അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റിൻ്റെയൊക്കെ ആയിരിക്കും. പക്ഷേ റിപ്പീറ്റഡ് പ്രൊഡക്ട്സ് ആണ് കാണുന്നത് കുറേ സ്റ്റാളിലൊക്കെ. പിന്നെ ലൈവ് പെർഫ്യൂംസിൻ്റെ സ്റ്റാളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് അതിൽ വെറൈറ്റി ആയിട്ട് തോന്നി ഈ ഒരു സംഭവം കേട്ടോ, ഈ അമ്പും വില്ലിൻ്റെയൊക്കെ. ഇത് ആരെങ്കിലും വാങ്ങുമെന്നൊന്നും അറിയാൻ വയ്യ. പക്ഷേ കുറച്ച് പേരൊക്കെ അത് നല്ല ഇൻട്രസ്റ്റോടെ അങ്ങ് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ ക്രൗഡ് കാരണം നമുക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അതാണ് ഞാനിങ്ങനെ എല്ലാം പൊന്തിച്ച് പിടിച്ചിട്ട് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഭയങ്കര ക്രൗഡ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആരെങ്കിലും ഫേസ് ഫോക്കസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വരിക. ആരെങ്കിലും ഫേസൊക്കെ നല്ല രീതിക്ക് വെടിപ്പായിട്ട് കാണും. അപ്പോൾ നമ്മളത് അവരുടെ കൺസേൺ ഇല്ലാണ്ട് നമ്മൾ വീഡിയോയിൽ ശരിയല്ലല്ലോ. അപ്പം അങ്ങനെ പാസ് ചെയ്ത് പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ചിലവർ നമ്മുടെ ക്യാമറയ്ക്ക് തന്നെ ആയിരിക്കും നോക്കി വരുന്നുണ്ടാവും. അപ്പം അത് ഭയങ്കര മോശമായി തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറേയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഫുള്ള് റിപ്പീറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേയൊക്കെ സ്കിപ്പ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ ആ സ്റ്റേജിൽ വെറൈറ്റി പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു.
അതിങ്ങനെ മാറി മാറി വരും കേട്ടോ. ഓരോ ടീം ഇങ്ങനെ കയറി വരിക ചെയ്യുക. അപ്പോൾ തിരുവാതിരക്കളിയാണെങ്കിൽ അടുത്തത് കളരിപ്പയറ്റ്, അങ്ങനത്തെ പിന്നെ തെയ്യം, അങ്ങനത്തെയൊക്കെ കുറേ വെറൈറ്റി കലാരൂപങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ റിമി ടോമിയുടെ ഗാനമേള ഉണ്ടാവുന്നത്. അത് 7 മണിക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 7 to 10 വരെയാണല്ലോ ടൈം കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഷോ നടക്കുന്ന ഫ്ലവർ ആൻഡ് പെറ്റ് ഷോ ആണ്. അപ്പം അതിലേക്ക് ടിക്കറ്റ് എടുക്കണം. 50 രൂപയായിരുന്നു ഒരാൾക്കുള്ള ടിക്കറ്റ്. പിന്നെ ആംബുലൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, സെക്യൂറായിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം പിന്നെ ചെയറൊക്കെ ഇരിക്കുന്നത് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ മുമ്പേ ഫില്ല് ചെയ്ത് വന്നതായിരിക്കും. കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ 4 മണിയായിരുന്നു സമയം. ആ സമയത്ത് തന്നെ ഫുള്ളായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ചെയറിട്ട് എല്ലാം ഫില്ലായിരുന്നു. അപ്പോൾ ആ സ്റ്റേജിൻ്റെ താഴെയുള്ള ആ ചെയേഴ്സ് എല്ലാം ഫില്ലായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രാവിലെ ഉച്ചയാകുമ്പോൾ തന്നെ എല്ലാം സീറ്റ് ഉറപ്പിച്ച് വെച്ചിരിക്കുക തോന്നുന്നു ആൾക്കാർ. കാരണം നമ്മൾ 4 മണി വരുമ്പോൾ തന്നെ ഫുള്ളായിരുന്നു. പിന്നെ ഒരു പഴുതില്ലായിരുന്നു. പിന്നെ നമ്മളൊരു സൈഡിലേക്ക് ഈ ഒരു സെക്ഷൻ, അതായത് ഈ ഒരു ഐസ്ക്രീം, പോപ്കോൺ, ഈ ഒരു സൈഡിൽ ചെറിയൊരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ നമ്മളെ സൈഡിൽ മാറി നിൽക്കുക ചെയ്തിട്ടോ. പിന്നെ നമ്മുടെ നമ്മുടെ വീട്ടിൽ കുടുംബക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. തട്ടാരക്കുന്നത്തെ ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അനിയൂട്ടിച്ചനും ഫാമിലിയും കണ്ടു. അപ്പോൾ അനിയൂട്ടിച്ചൻ ഐസ്ക്രീം വാങ്ങി തന്നതാണ്. അങ്ങനെ അതും കഴിച്ച് ഞാൻ അവിടെ നിന്ന്. പിന്നെ നമ്മൾ സ്റ്റാളൊക്കെ കയറി വന്നപ്പോൾ തന്നെ ഒരു 6 മണി ആവുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കോർട്ടിൽ പോകാമെന്ന്. പക്ഷേ ഫുഡ് കോർട്ടിൻ്റെ അവിടെ ചെന്നപ്പോൾ നമുക്ക് പോവണ്ടെന്ന് വെച്ച് ഞങ്ങൾ തിരിഞ്ഞിങ്ങോട്ട് നടന്നു. കാരണം അത്രയ്ക്ക് ക്രൗഡായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ദിവസം എന്തായാലും പോയി നോക്കണം. ഇത് സൺഡേ ആയതുകൊണ്ടും പിന്നെ വെക്കേഷൻ അവസാനിക്കാറായല്ലോ. അപ്പോൾ അതിൻ്റെ തലേ ദിവസമല്ലേ, അപ്പം അതിൻ്റേതായ ക്രൗഡും ഉണ്ടായിരുന്നു. പിന്നെ വൺ ആൻഡ് ഓൺലി റിമി ടോമിയുടെ പെർഫോമൻസ് കൂടെ ആണല്ലോ ഇന്ന് ഗാനമേള. അപ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു ഇന്ന്. എന്നത്തേക്കാളും ക്രൗഡ്. എന്നും ക്രൗഡ് ഉണ്ട്, പക്ഷേ ഇന്ന് പറഞ്ഞാൽ സൺഡേ ആയതുകൊണ്ടും വെക്കേഷൻ അവസാനിക്കാറായതുകൊണ്ടും ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ഈ യന്ത്രോഞ്ഞാലൊന്നും ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കണ്ടില്ല. വാവനൂര് മൊത്തം ഉണ്ട് കേട്ടോ. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ വളരെ സ്നേഹവും വളരെ ബഹുമാനവും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇവിടെ ഇരിക്കാനൊരു സിറ്റി മീൻസ് സ്റ്റേജിൻ്റെ ബാക്കിൽ കുറച്ച് ഏഴ് മണിക്കാണുള്ള പ്രോഗ്രാം. അപ്പോൾ 6 മണിയാവുന്നല്ലോ. അപ്പോൾ സമയമുണ്ട്, വളരെ നിൽക്കണ്ടല്ലോ. ഇതൊന്നുമില്ല, എല്ലാം ഫുൾ 2 മണിയൊക്കെ ആകുമ്പോൾ നല്ല സീറ്റൊക്കെ ഫുള്ളാണ്. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തിരക്ക് നോക്ക്, പാലക്കാട് മൊത്തം ഉണ്ട്. പരിപാടി തുടങ്ങുന്നതിന് മുന്നേ എന്തോ പണി കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് കാന്താരയിലെ ആ ഒരു സോങ് വെച്ചിട്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ആ ഒരു ആംബുലൻസിൽ പോയത് റിമി ടോമിയാണ് കേട്ടോ. അല്ലാണ്ട് അപകടം പറ്റിയിട്ടുള്ള ഒരു പോക്കല്ലായിരുന്നു സംഭവം. റിമി ടോമി ആയിരുന്നു അതിലുണ്ടായിരുന്നത്. കാരണം സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് വേറൊരു പാകമില്ലായിരുന്നു. അമ്മാതിരി ക്രൗഡായിരുന്നു. അപ്പം ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റിയത് അങ്ങനെ ഒരു ആംബുലൻസിൽ പോകുന്നതായിരുന്നു. പിന്നെ പ്രോഗ്രാം 7 മണിക്ക് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ 8:30 കേട്ടോ.
അപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു കുറച്ചൊക്കെ, കാരണം 7 മണിക്ക് തുടങ്ങും 10 മണിക്ക് അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നല്ല ലേറ്റ് ആയപ്പോൾ നമുക്കാണെങ്കിൽ മഞ്ഞും പിന്നെ ഒരുപാട് വയ്യാത്തവരും ക്രൗഡും ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം പരിപാടി നല്ല കളറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം റിമി ടൂമി നല്ല കിടിലൻ നല്ല അടിപൊളി ഒരു റെഡ് സാരിയൊക്കെ ഉടുത്തിട്ടാട്ടോ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചത് നല്ല കിടിലൻ പാട്ടൊക്കെ ആയിരിക്കും ആദ്യം തന്നെ പാടാന്ന് കേട്ടോ. പക്ഷേ സംഭവം നല്ല മെലഡി സോങ്സ്, പഴയ മെലഡി സോങ്സ് ഒക്കെ ആയിരുന്നു റിമി ടോമി ആദ്യം പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചത് ഒരു 2 പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നാ, പക്ഷേ പോകാൻ തോന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ 4 പാട്ട് കഴിഞ്ഞിട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതും പിന്നെ അച്ഛനെ നിന്ന് വയ്യാണ്ടേ എന്ന് വിചാരിച്ചിട്ടും മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയില്ലേ, അപ്പോൾ വയ്യാതെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ റിമി ടോമിയുടെ ഒരു ശൈലി ഉണ്ടല്ലോ, അങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യുന്ന ടൈപ്പ്. ഐ മീൻ റിമി ടോമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ റിമി ടോമിയുടെ എനർജി എന്ന് പറയുന്നത്, അതിന് ആ ഒരു ലെവൽ തന്നെയായിരുന്നു കേട്ടോ. ആൾ വന്നപ്പോൾ തൊട്ട് സ്റ്റേജിലുള്ളതും അപ്പോൾ കാണികളായിട്ട് ഇരിക്കുന്ന ആൾക്കാരെയും എല്ലാവരെയും ഓരോരുത്തരെ ഇങ്ങനെ പിക്ക് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരെ പിടിക്കുന്നുണ്ടായിരുന്നു, നല്ല രീതിക്ക് പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയിട്ട് നമ്മളിങ്ങനെ പാട്ടിനൊപ്പം ഇങ്ങനെ വേവ് ചെയ്യുന്ന സംഭവമല്ലോ, അതൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഈ സൈഡിൽ മൂലയിൽ നിൽക്കുക കാരണം നമുക്ക് കറക്റ്റായിട്ടൊന്നും കാണാനില്ലായിരുന്നു സംഭവം എങ്ങനെയാണ്. പക്ഷെ ഞാൻ കുറേ റീൽസ് ഞാൻ ഇതിന് ശേഷം വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്ലിയറായിട്ട് ആ ഒരു ഫ്ലാഷ് അടിച്ചിട്ട് ആൾക്കാർ വേവ് ചെയ്യുന്ന ആ ഒരു ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് ഞാനിങ്ങനെ ലൈവായിട്ടൊരു കൺസേർട്ട് അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഒരുപാട് സൂം ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ എനിക്കൊന്നും ശരിക്കും പോലെ കാണാൻ പോലും ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു മൂലയിൽ നിൽക്കുക കാരണം ഈ ഒരു പോസ്റ്റും പിന്നെ കുട്ടികളെയൊക്കെ ഇങ്ങനെ കഴുത്തിൽ പെരടിയിലൊക്കെ ചുറ്റിയിട്ടൊക്കെ നമുക്ക് കാണാനില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഒരു 4-5 പാട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി. പിന്നെ അപ്പോൾ അവിടെ തന്നെ ബസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബസ്സിൽ ചമ്മന്തിയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ചാലിശ്ശേരിയിൽ നിന്ന് കൂറ്റനാട് വരെ നമ്മൾ അരിച്ചാണ്ടോ എത്തിയത്, അത്രയ്ക്കും ബ്ലോക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. കുറേ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം സ്റ്റോറേജ് അങ്ങ് ഫുള്ളായി. പിന്നെ 7 മണിക്ക് പറഞ്ഞിട്ട് പരിപാടി തുടങ്ങാൻ തന്നെ 8-8:30 ആയി. അതുകൊണ്ടാണ് കേട്ടോ നല്ല ലേറ്റ് ആയത്. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ 9:30 ആകെ 3-4 പാട്ടേ ഞാൻ കേട്ടുള്ളൂ ആകെ ഞങ്ങൾ. പിന്നെ ആംബുലൻസിൽ പോയത് റിമി ടോമിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും പറ്റിയോന്ന്, പക്ഷെ അത് റിമി ടോമി ആയിരുന്നു. കാരണം അല്ലാണ്ട് ആംബുലൻസിലാണ്ട് വേറെ ഒരു പാകവും ഇല്ല സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ എന്തായാലും ശരിക്കും പോലെ കാണാനൊന്നും പറ്റില്ല കേട്ടോ. കറക്റ്റ് 7 മണിക്ക് തുടങ്ങിച്ചെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇത് ലേറ്റായി തുടങ്ങിയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ മഞ്ഞൊക്കെ ആയില്ല, നല്ല ക്രൗഡും. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലെത്തി. കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഈ ഫോണിൽ ഒരു സ്റ്റോറേജ് കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.